തിരുവനന്തപുരം മേയർ വി രാജേഷ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി രാജേഷ്, കേൾക്കാമോ? ഹലോ, കേൾക്കാം. സഹോദര, ആദ്യം ഒരു കാര്യം ശാന്തമായി പറയൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ അങ്ങ്? എന്താണ് കാണുന്നുണ്ടോ? ഈ നിലം തൊടാതെ നിൽക്കുന്നത് പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷേ മാറിയില്ലല്ലോ. ഈ വെള്ളപ്പൊക്കം ഇതാ 1 മണിക്കൂർ മഴ പെയ്തേ ഉള്ളൂ. മുട്ടറ്റം വെള്ളമാണ്. മുട്ടറ്റം വെള്ളം ഇല്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പ് ഇവിടെ വെള്ളം ഇല്ലായിരുന്നാ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകള് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അതിന് കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇനി മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുഴുവനും ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് മാറുള്ളൂ. വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം കൊണ്ട് മാറും. അപ്പോൾ 4 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ ശ്രീ വി രാജേഷ്? 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചത്. ഇപ്പൊ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തപ്പോ സ്ഥിതി ഇതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ വി രാജേഷ്? ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? അതിനെ ലാപ്പായിന്റെ അറിയണം. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനും അതിന് ഉത്തരവാദിത്വമില്ലേ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. ഓർമ്മയില്ലാന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ? Fast from drunk baby dance, simple moves தெரியாது, only not and moonwalk.